എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രാവന്തിക KS. ലോകപ്രശസ്തനും ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകൻ സാന്റിയാഗോയും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിന്റെ രഹസ്യം ആണെന്നറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ നാൾ തുറന്ന മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. കുന്നിൻമുകളിലുള്ള അതിമനോഹരമായ കൊട്ടാരം. അവൻ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് ദിവ്യനായ സന്യാസി ആയിരുന്നു. പക്ഷെ ഇവിടെ നല്ല തിരക്കും പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടുമായി സംസാരിച്ചു വരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു എന്റെ അടുത്തെത്തിയപ്പോൾ ഗുരു ചോദിച്ചു, നീ സന്തോഷത്തിന്റെ രഹസ്യം അല്ലേ ഇവിടെ വന്നത്? അത്ഭുതപ്പെട്ടു പോയി. താൻ വന്നതിന്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷെ എനിക്ക് അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് നീ എന്റെ കൊട്ടാരമൊക്കെ നന്നായി ചുറ്റി കറങ്ങിക്കൊണ്ട് 2 മണിക്കൂർ കഴിഞ്ഞു വരും. അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. ഈ കരണ്ടിയും ഇതിലെ 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. ഈ എണ്ണ നീ നടക്കുമ്പോൾ താഴെ തുളുമ്പിപ്പോകാതെ സൂക്ഷിക്കണം. അങ്ങനെ അവൻ അതും പിടിച്ച് കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികളും വരാന്തകളും കയറി ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിനെ മുറിയിൽ തിരിച്ചെത്തി. നീ എല്ലാം കണ്ടുവല്ലേ? നീ എന്റെ ശില കണ്ടോ? അത് പേർഷ്യയിൽ നിന്നും പ്രത്യേകമായി നെയ്ത് കൊണ്ടുവന്നതാണ്. അല്ല, നീ എന്റെ ഗ്രന്ഥപുര കണ്ടില്ലേ? അതിലെ ഓരോ താളും എത്ര മനോഹരമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്ന് പോയി. താൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. തന്നെ ശ്രദ്ധ മുഴുവൻ ഈ കരണ്ടിയിൽ 2 തുള്ളി എണ്ണയിലായിരുന്നു. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. ആട്ടെ, നീ ഒന്നും കണ്ടിട്ടില്ലല്ലേ? എന്നാൽ ഒന്നും കൂടി വിസ്തരിച്ച് കണ്ടിട്ട് വരും. അങ്ങനെ അവൻ വീണ്ടും കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. അപ്പോഴും അവന്റെ കയ്യിൽ ആ കരണ്ടിയും അതിലെ 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവനൊന്ന് വിസ്തരിച്ചു കണ്ടു. ചുമരുകളിലെ കലാസൃഷ്ടികൾ മാത്രമല്ല, ഗുരു പറഞ്ഞ തിരശീല, ഗ്രന്ഥപുരം ഇതെല്ലാം കണ്ട് വീണ്ടും ഗുരുവിന്റെ മുന്നിൽ എത്തി. എന്നിട്ട് താൻ കണ്ട കാര്യങ്ങളൊക്കെ ഗുരുവിന് വിസ്തരിച്ചു പറഞ്ഞിട്ടു. അപ്പോഴാണ് ഗുരുവിന്റെ ചോദ്യം വന്നത്. അല്ല, ഞാൻ നിന്റെ കയ്യിലേൽപ്പിച്ച 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവനെ ശ്രദ്ധിച്ചത്. അവന്റെ കയ്യിലിരിക്കുന്ന കരണ്ടിൽ 2 തുള്ളി എണ്ണ ഇല്ല. ഗുരു പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സ്വഭാവം ആവോളം ആസ്വദിച്ചോളും. പക്ഷെ കയ്യിലിരിക്കുന്ന കരണ്ടിൽ അതിലെ 2 തുള്ളി എണ്ണയും ഒരിക്കലും കൈവിടരുത്. ഈ എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണ്. ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.